ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വടക്കിനി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ കബ്സ റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. സാധാരണ എല്ലാവരും കബ്സ മസാല ഇട്ടിട്ടാണ് കബ്സ റൈസ് ഉണ്ടാക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒട്ടും തന്നെ കബ്സ മസാല യൂസ് ചെയ്യാതെ എങ്ങനെ കബ്സ ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പം ഞാൻ ഈ കാണിക്കുന്ന എമൗണ്ട് വെച്ചിട്ട് ഏകദേശം ഒരു 3 പേർക്ക് കഴിക്കാവുന്ന അത്രയും റൈസിൻ്റെ എമൗണ്ടാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് കബ്സ റൈസ് മസാല ഇല്ലാതെ ഉണ്ടാക്കാം. നമുക്ക് കബ്സ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് അരി എടുത്തിട്ടുണ്ട്. നമ്മൾ നാഴി കണക്ക് പറയുകയാണെങ്കിൽ 1.5 നാഴി തന്നെയാണ് ഇത് അളവുള്ളത്. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഞാൻ ബസ്മതിയുടെ പുഴുങ്ങലരിയാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ സാധാരണ ഫ്രൈഡ് റൈസ് ഒന്നും ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വൈറ്റ് റൈസ് അല്ല, ബസ്മതിയുടെ തന്നെ പുഴുങ്ങലരിയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. 1.5 കപ്പ് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിനകത്തേക്ക് വേണ്ടത് ഒരു വലിയ സവാള അത്യാവശ്യം ചെറുതായ രീതിയിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ മല്ലിയില വേണം, 2 തണ്ട് കറിവേപ്പില. പിന്നെ എൻ്റെ കയ്യിൽ ഒരു ക്യാപ്സിക്കം ഉണ്ടായിരുന്നു. അപ്പം അത് തീർത്തും ഓപ്ഷണലാണ്. ഇപ്പം എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ ചേർക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ നമുക്കിതിനകത്തേക്ക് വേണ്ട സ്പൈസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ ഒരു 5 അല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ടുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണിത്. പിന്നെ ഒരു 2 പച്ചമുളക് ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നല്ല ജീരകം, അതായത് ക്യുമിൻ സീഡ്സ് 1 ടീസ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇത് കുരുമുളകാണ്, മുഴുവനോടെ എടുത്ത് വെച്ചിട്ടുള്ളതാണ്. കുരുമുളകിൻ്റെ പൗഡറല്ല, കുരുമുളക് മുഴുവനോടെ എടുത്ത് വെച്ചിട്ടുള്ളതാണ്. അതും 1 ടീസ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പട്ടയാണ്. ഇതൊരു 4-5 ചെറിയ കഷ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ മാഗിയുടെ റെഡിമെയ്ഡ് ചിക്കൻ സ്റ്റോക്കാണ് എടുത്തിരിക്കുന്നത്. ഇത് 10 ഗ്രാമിൻ്റെ ഒരു ക്യൂബാണ്. ഈ ഒരു ക്യൂബ് നമുക്ക് ഈ എമൗണ്ടിലേക്ക് വേണ്ടി വരും. പിന്നെ നമുക്ക് വേണ്ടത് സൺഫ്ലവർ ഓയിലാണ്. ഞാനിവിടെ ഏകദേശം ഒരു 25 ഗ്രാം അളവിൽ സൺഫ്ലവർ ഓയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ടൊമാറ്റോ പ്യൂരി വേണം. ഇത് ഞാനൊരു നന്നായിട്ട് പഴുത്ത ഒരു വലിയ തക്കാളി പീസസ് ആക്കിയിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് കബ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ അരി ജസ്റ്റ് ഒരു 15 മിനിറ്റ് കുതിരാൻ വേണ്ടി ഇട്ട് വെക്കണം. ഇത് മുങ്ങാൻ പാകത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളത്തിലിട്ട് ഒരു 15 മിനിറ്റ് ഇതൊന്ന് കുതിരട്ടെ. അതിനുശേഷം നമുക്കിത് നന്നായി കഴുകിയെടുത്ത് ബാക്കിയുള്ള പ്രൊസീജിയർ ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ കബ്സ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ചൂടാവുമ്പം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന സൺഫ്ലവർ ഓയിൽ പകുതി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സവാള ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ സവാള ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ പച്ചമുളക് ചതച്ചത് ഇതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടട്ടെ. അതിനുശേഷം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി പേസ്റ്റ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് കുറച്ച് സമയം കൂടെ വഴറ്റി കൊടുക്കാം. തക്കാളിയുടെ ആ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്പൈസസ് ഇട്ട് കൊടുക്കാം. കുരുമുളക് അതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന ചെറിയ ജീരകവും പട്ടയും നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതുവരെ നമ്മളിതിനകത്ത് ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് എത്രയാണോ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കണം. നേരത്തെ ഇൻഗ്രീഡിയൻസ് കാണിച്ച സമയത്ത് ഞാൻ ചിക്കൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം എന്തായാലും ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 5-6 കഷ്ണം എല്ലോട് കൂടിയ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതും ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഈ മസാലയായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം.
ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് ചൂടാവട്ടെ. അതിനുശേഷം നമുക്ക് നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സായി കുറച്ച് സമയം ജസ്റ്റ് ഒന്ന് ചൂടായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ സ്റ്റോക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മാഗിയുടെ ചിക്കൻ സ്റ്റോക്കിൻ്റെ 1 ക്യൂബ്, അതായത് 10 ഗ്രാം ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് പീസസ് ആക്കിയതിന് ശേഷം ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മളിപ്പം 1.5 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതിനകത്തേക്ക് ഞാൻ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. നമ്മൾ അരി ജസ്റ്റ് ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് 2 കപ്പ് വെള്ളം എടുക്കുന്നത്. സാധാരണ നമ്മൾ നെയ്ച്ചോറൊക്കെ വെക്കുന്ന സമയത്ത് ഇരട്ടിയാണ് വെള്ളം എടുക്കാറ്. നമ്മൾ കുതിർത്ത അരിയായ കാരണം 1.5 കപ്പ് അരിക്ക് 2 കപ്പ് എന്നുള്ള രീതിയിലാണ് വെള്ളം എടുക്കുന്നത്. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ജസ്റ്റ് ഇതിനകത്ത് ഉപ്പൊക്കെ പാകമാണോ എന്നൊന്ന് നോക്കണം. കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കാൻ മറക്കരുത്. ഇത് ജസ്റ്റ് ഒന്ന് തിളക്കട്ടെ. അതിനുശേഷം നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. 15 മിനിറ്റാണ് ഞാനിത് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇത് മുഴുവനായിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് ആണ് ഞാൻ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ക്യാപ്സിക്കം തീർത്തും ഓപ്ഷണലാണ്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇട്ട് കൊടുത്തത്. നിങ്ങളുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന എണ്ണ പകുതിയാണ് നമ്മൾ ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ബാക്കി പകുതിയും കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്ത് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ചു വെക്കാം. അപ്പം നമുക്ക് കുക്കർ അടച്ചു കൊടുക്കാം. എന്നിട്ടിത് 1 വിസിൽ വരുന്നവരെ നമുക്ക് വേവിക്കണം. 1 വിസിൽ വന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് 10 മിനിറ്റും കൂടെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. 1 വിസിൽ വരണം, അതിന് ശേഷം ലോ ഫ്ലെയിമിൽ 10 മിനിറ്റും കൂടെ വേവണം. അപ്പോൾ ഇതാ നമ്മുടെ കബ്സ റെഡി ആയിട്ടുണ്ട്. കുക്കർ ഇപ്പോൾ തണുത്തിട്ടുണ്ട്, സ്റ്റീം പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. എന്നാൽ ഒട്ടും തന്നെ കുഴഞ്ഞു പോയിട്ടുമില്ല. അപ്പം നമുക്ക് ഇതൊന്ന് സേവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാ കബ്സ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് കുറച്ച് മല്ലിയില മുകളിൽ തൂവി കൊടുത്ത് ഇതൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ. നമ്മളെ സിമ്പിളായിട്ട് നമുക്ക് കബ്സ വീട്ടിലുണ്ടാക്കിയെടുക്കാം. നമ്മളിതിനകത്ത് കബ്സ മസാല ഒന്നും തന്നെ ചേർത്തിട്ടില്ല. ജസ്റ്റ് ഒരു ക്യൂബ് ചിക്കൻ സ്റ്റോക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേറെ എല്ലാ സാധനങ്ങളും എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്ക് വീട്ടിൽ സാധാരണയായിട്ട് നമുക്ക് കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. ഈ അരി ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഫ്രൈഡ് റൈസ് ഒന്നും ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധാരണ ബസ്മതി റൈസ് അല്ല, ബസ്മതിയുടെ പുഴുങ്ങലരിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സൂപ്പർ മാർക്കറ്റിലൊക്കെ കബ്സ റൈസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഒരു റൈസ് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും തന്നെ ഉണ്ടാക്കി നോക്കണം, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ എന്ന് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും.